ഞാൻ വന്നിരിക്കുന്നത് ഒരു പാരൻറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. നമ്മുടെ മക്കളെ എന്തൊക്കെ നല്ല ശീലങ്ങളാണ് പഠിപ്പിക്കേണ്ടത് എന്നുള്ള ഒരു കാര്യം നമുക്ക് ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെങ്കിൽ പോലും നമ്മുടെ ഈ ഒരു നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ ഈ ഒരു പതിറ്റാണ്ടിൽ എല്ലാവരും മറന്നു പോകുന്ന അല്ലെങ്കിൽ തിരക്കിനിടയിൽ പെട്ട് നമ്മൾ മക്കളെ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. എല്ലാവരും തിരക്കിനിടയ്ക്ക് പലപ്പോഴും ഈ പാരൻറ്റിങ് പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ തന്നെ ഒരു റിസൾട്ട് തന്നെയാണ് നമ്മളിപ്പോൾ കാണപ്പെടുന്ന നമ്മൾ ഈ 2K കിഡ്സിൻ്റെ ഇടയ്ക്ക് കാണപ്പെടുന്ന കുറച്ച് ക്രൈം ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അവരുടെ സ്വഭാവ വൈരുദ്ധ്യങ്ങളൊക്കെ. അപ്പം നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിപ്പിക്കേണ്ട ശീലങ്ങൾ, സാധാരണയിൽ ഉപരിയായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. തീർച്ചയായിട്ടും ആദ്യം തന്നെ നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ട നല്ല ശീലങ്ങളിലൊന്ന് ടൈം മാനേജ്മെൻറ്റ് തന്നെയാണ്. സമയത്തെ നിയന്ത്രിക്കുക എന്നുള്ളത് തന്നെയാണ് വിജയത്തിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്ന് പറയുന്നത്. കാലവും തിരമാലയും ആർക്കു വേണ്ടിയും കാത്തു നിൽക്കുന്നില്ല എന്ന് പറഞ്ഞത് ഷേക്സ്പിയറാണ്. അതേപോലെ തന്നെ റോബർട്ട് ഫ്രോസ്റ്റ് പറഞ്ഞത് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് എന്നാണ്. ഉറങ്ങുന്നതിന് മുൻപ് എനിക്കുണ്ട് ഒരു കാതം പിന്നിടുവാൻ എന്നാണ് റോബർട്ട് ഫ്രോസ്റ്റ് പറഞ്ഞത്. നമ്മൾ സാധാരണയായിട്ട് പറയാറുണ്ട് അല്ലെങ്കിൽ ചോദിക്കാറുണ്ട് മക്കളോട്, വലുതാകുമ്പോൾ ആരാകും? നമ്മളോടും അങ്ങനെ പലരും ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ചിലരൊക്കെ ലോകത്തിൽ വലുതാകുന്നതിന് മുൻപ് തന്നെ ആരൊക്കെയോ ആയി മാറി എന്നുള്ളതാണ് സത്യം. ഈ ഒരു കാലത്തിൽ വലുതായിട്ട് വേണ്ട, സത്യം പറഞ്ഞാൽ ആരെങ്കിലുമൊക്കെ ആവാൻ വേണ്ടിയിട്ട്. ലോകത്തിലെല്ലാവർക്കും സമയം 24 മണിക്കൂറാണ്. ബട്ട് അത് വിനിയോഗിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണല്ലോ ചോദ്യം. കളിക്കാനും പഠിക്കാനും അതുപോലെ ഫോണ് കാണാനും ഉറങ്ങാനും ഒക്കെ ഒരു സമയവും അതിൻ്റെ ഒരു ലിമിറ്റേഷനും ഉണ്ട്. ഒരു ടൈം ടേബിൾ നിർബന്ധമായിട്ടും ഒരു വ്യക്തിക്ക് വേണം. അത് മക്കളെ വൃത്തിയായിട്ട് പഠിപ്പിക്കണം എന്നുള്ളതാണ്. രാവിലെ നേരത്തെ ഉണരാൻ കുട്ടിയെ പരിശീലിപ്പിക്കണം. അത് സത്യം പറഞ്ഞാൽ അത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ട് ആദ്യം തോന്നുമെങ്കിലും അതിനുശേഷം കുട്ടി തന്നെ ചിന്തിക്കും, എന്തിനാണ് ഇത്ര നേരത്തെ ഉണർന്നത്. ചിലർ പറയാറുണ്ട്, കുട്ടി ഇത്ര നേരത്തെ ഉണർത്തിയിട്ട് എന്താക്കാനാണ്. കുട്ടി ഉണർത്തിയതിന് ശേഷം നമ്മൾ കുഞ്ഞിനെ കുറച്ച് ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യാൻ അവരെ അഭ്യസിപ്പിക്കണം. കുഞ്ഞുനാൾ മുതൽ തന്നെ ഒരു സെക്കൻഡിൻ്റെ വില എന്താണെന്ന് അവരെ പഠിപ്പിക്കണം. ഒരു മനുഷ്യന് വേണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനവും നമ്മുടെ നേരവും സാന്നിധ്യവും തന്നെയാണ് എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. നേരം എന്തെന്ന് കൃത്യമായിട്ട് അവരെ പഠിപ്പിക്കണം. കാരണം ആയുസിൻ്റെ കൃത്യം പകുതി മാത്രമാണ് നമുക്ക് പ്രവർത്തിക്കാനുള്ള ഹ്രസ്വ നേരം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ശീലത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ചിന്തിക്കാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മളിവിടെ മനുഷ്യവർഗം എത്രയോ 800-ലധികം കോടി ജനങ്ങൾ ജീവിക്കുന്നു. എത്ര പേര് വളരെ ചിന്താശേഷിയുള്ളവർ ഉണ്ട് എന്നുള്ളതാണ് ഒരു മെയിനായിട്ടുള്ളൊരു കാര്യം. പരിണമിക്കുന്ന ജീവിവർഗമാണല്ലോ മനുഷ്യൻ. ഭൂമിയിൽ ജനിക്കുന്ന ഓരോ മനുഷ്യനും അവരുടെ ഇൻ്റലക്ച്വൽ തലം കൊണ്ട് ലോകത്തിന് സംഭാവനകൾ നൽകിയിരുന്നെങ്കിൽ മനുഷ്യൻ ഒരുപക്ഷെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ വേറെ റേഞ്ചായിട്ട് മാറിയേനെ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഒരുപാട് ടെക്നോളജിക്കലി നമ്മൾ വികസിച്ചേനെ. നമ്മൾ മക്കളെ ഒരുപാട് വായിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കണം. വായിച്ചതിനെക്കുറിച്ച് നമ്മൾ അവരോട് ചോദിക്കണം. എന്തിനെക്കുറിച്ചും ഒരു കാഴ്ചപ്പാട് അവർക്ക് ഉണ്ടാക്കിയെടുക്കണം. പ്രധാനമായും അവരുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള അറിവ് അവരിൽ നിർബന്ധമായിട്ടും ഉണ്ടാക്കിയെടുക്കണം. അവരെ കൗതുകത്തോടെ അറിവുകൾ തിരയുന്ന ആളുകളായിട്ട് മാറ്റണം. കാരണം അത്രയ്ക്ക് സോഴ്സുകൾ നമ്മുടെ മുന്നിലുണ്ട് ഇപ്പോൾ. റിസോഴ്സ്ഫുള്ളായിട്ട് എന്തിനെക്കുറിച്ചും ഒരു ധാരണയുള്ള, ഒപ്പം തന്നെ ഒരു നല്ല ലിസണർ അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയാക്കി നമ്മളെ മാറ്റണം. അപ്പോൾ ചിന്തിപ്പിക്കുക എന്നുള്ളത് ഭീകരമായിട്ട് നമ്മൾ വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു മാറ്ററാണ്. മൂന്നാമത്തെ മാറ്റർ മിതവ്യയം എന്നാണ്. ഒരുപക്ഷെ ഈ ഒരു വാക്കിൻ്റെ അർത്ഥം തന്നെ എനിക്ക് തോന്നുന്നു ഈ വീഡിയോ കാണുന്ന എത്ര പേർക്ക് കൃത്യമായിട്ട് അറിയാം എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ അതിനെ മോശമായിട്ടല്ല ഞാൻ പറയുന്നത്. പുതിയ തലമുറയിലെ ആളുകൾക്ക് മലയാളം വാക്കുകൾ തന്നെ ഒരുപാട് അറിയില്ല എന്നുള്ളൊരു സങ്കല്പത്തിലേക്ക് അല്ലെങ്കിൽ ഒരു യാഥാർത്ഥ്യത്തിലേക്കാണ് എത്തുന്നത്. സങ്കല്പം എന്ന് പറഞ്ഞാൽ തെറ്റാണ്, ഒരു യാഥാർത്ഥ്യത്തിലേക്കാണ്. അപ്പം മിതവ്യയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുന്നത് എന്നുള്ള ഒരർത്ഥം ആണല്ലോ. അപ്പം ഈ ഒരു തലമുറയിൽ വളരെ ഇല്ലാത്ത ഒരു കാര്യമാണ് ഈ പറയുന്ന മിതവ്യയം. ആവശ്യത്തിന് മാത്രം ചിലവഴിക്കുക എന്നുള്ളത്. എന്തും നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, യുവാക്കൾ അല്ലെങ്കിൽ ഈ പറയുന്ന ന്യൂ ജനറേഷനൊക്കെ താമസിക്കുന്ന റൂമുകളിലൊക്കെ നമ്മൾ നോക്കിയാൽ 24 hours ലൈറ്റ് കത്തി കിടക്കുന്ന കാണാം, ഫാൻ കറങ്ങിക്കൊണ്ടിരിക്കുന്ന കാണാം. ഓണാക്കാൻ ഓർക്കുന്ന ആളുകൾ
അത് കുട്ടികളുടെ കാര്യം മാത്രമല്ല, ചില ആളുകളിലൊക്കെ ഉള്ളതാണ്. ഓഫാക്കാൻ മറന്നു പോകുന്നത്. കാരണം അത് ആവശ്യത്തിന് മാത്രം ചെലവഴിക്കുക എന്നുള്ള ഒരു തത്വം അറിയില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു കൈ കഴുകാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു പാത്രം കഴുകാൻ വേണ്ടി പൈപ്പ് തുറന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ 2-3 ബക്കറ്റ് വെള്ളം പാഴായി പോകുന്നു എന്നുള്ള ചിന്തിക്കാൻ പോലും ശേഷിയില്ലാത്ത രീതിയിൽ ആണ് പുതിയൊരു ജനറേഷൻ്റെ യാത്ര എന്ന് പറയുന്നത്. എത്രത്തോളം ചെലവഴിക്കണം, അതേപോലെ തന്നെ വരവിൻ്റെ ഓപ്പോസിറ്റായിട്ട്, അതായത് എത്ര വരുന്നോ അതിൻ്റെ ഡബിളായിട്ട് ചിലവഴിക്കുക, അതിനുശേഷം കടം മേടിച്ച് സൂയിസൈഡ് ചെയ്യേണ്ട ഗതികേടിലെത്തുന്ന ഒരുപാട് ആളുകൾ അല്ലെങ്കിൽ ഒരു പുതിയ തലമുറയാണ് നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മുടെ മക്കളെ നമ്മളെവിടെയോ കേട്ട് മറന്ന ആ ഒരു സാമ്പത്തിക അച്ചടക്കത്തിൻ്റെ ഒരു സംഭവം, ആവശ്യം, അനാവശ്യം, അത്യാവശ്യം എന്നുള്ള ഒരു പോയിന്റ് നിർബന്ധമായിട്ടും കുട്ടികളെ പരിശീലിപ്പിക്കണം ചെറുപ്പം മുതൽ. ആവശ്യമല്ല, ആവശ്യം, നമുക്കിപ്പോൾ ഒരു സാധനം വാങ്ങിക്കണം, അത് ആവശ്യമാണോ അനാവശ്യമാണോ അത്യാവശ്യമാണോ എന്ന് നോക്കി അത്യാവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രം കിട്ടുന്ന ഒരുപാട് കുട്ടികൾക്കൊന്നും വാങ്ങിച്ചു കൊടുക്കരുത്. അവർ പറയുന്ന എല്ലാ സാധനങ്ങളും കിട്ടുമ്പോഴാണ് കുട്ടിയുടെ വ്യക്തി സ്വഭാവങ്ങളിൽ വ്യത്യാസം വരും. പിന്നീട് അവർക്ക് ഒരു സാധനം കിട്ടാത്തൊരവസ്ഥയിലേക്ക്, അവർക്ക് തന്നെ ചിന്തിക്കാൻ പറ്റാത്ത ഭീകരമായ ഒരവസ്ഥയിലേക്ക് എത്തും എന്നുള്ളതാണ്. അവരെ നമ്മുടെ ദാരിദ്ര്യം അറിയിച്ച് തന്നെ തീർച്ചയായിട്ടും വളർത്തണം എന്നുള്ളതാണ്. മനുഷ്യൻ പ്രകൃതിയുടെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ 4ാമത്തെ പോയിന്റായിട്ട് പറയുന്നത് പ്രകൃതിയോടുള്ള ഒരു ബന്ധം തന്നെയാണ്. ഈ പ്രകൃതിയോട് ബന്ധമില്ലാതാവുന്നത് കൊണ്ടാണ് ടെക്നോളജിക്കലി ഒരു മനുഷ്യൻ, ഇപ്പം പല കുട്ടികളും മണ്ണ് എന്താണെന്ന് അറിയില്ല, മണ്ണിൽ ഇറങ്ങാറില്ല, കൃഷി എന്താണെന്ന് അറിയില്ല, അത്തരത്തിലുള്ള ഗൗരവമായിട്ടുള്ളൊരു സംഭവത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രകൃതിയെ ചൂഷണം ചെയ്യുക എന്നുള്ള ഒരു രീതി, അത് ചൂഷണം ചെയ്യുന്ന ആ ചൂഷണമാണെന്ന് പോലും മക്കൾക്ക് മനസ്സിലാവാത്ത രീതിയിലേക്ക് നമ്മുടെ ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. യൂസ് ആൻഡ് ത്രോ എന്ന് പറയുന്ന ഒരു സംസ്കാരം, അതാണ് കൂടുതലായിട്ട് ഇപ്പം വളർന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ആ ഒരു രീതിയിൽ നമ്മൾ മാറ്റണം. നമ്മുടെ മക്കളെ മണ്ണിലിറക്കി കളിപ്പിക്കണം, ആ മണ്ണ് എന്താണെന്ന് അറിയണം, ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവർക്ക് പറഞ്ഞു കൊടുക്കണം. കൃഷി ജീവൻ്റെ ഏറ്റവും, നമ്മുടെ ഒരു ഭക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ജീവൻ ഏറ്റവും വേണ്ടുന്ന ശ്വാസം പോലെ അല്ലെങ്കിൽ വെള്ളം പോലെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതിനെ നശിപ്പിക്കാതെ ഇതിനെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു രീതി അവരെ പഠിക്കണം. വേറെ ഒന്നുമില്ലെങ്കിലും കൃഷി പഠിപ്പിച്ചില്ലെങ്കിൽ അതിൻ്റെ ഗൗരവം എന്താണെന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. നമ്മൾ സാധാരണയായിട്ട് പറയുന്ന ഒരു തമാശയുണ്ട്, ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണം കിട്ടില്ല എന്നുള്ളത്, ഭക്ഷണത്തിൻ്റെ ലിസ്റ്റേ കിട്ടൂ എന്നുള്ളത്. അപ്പോൾ നമ്മൾ അതിനവരെ പ്രാപ്തരാക്കിയെടുക്കണം. ഒരു ജീവി അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ച് മരിക്കുമ്പോൾ അവന് വേണ്ടി ഒരുപാട് മരങ്ങൾ മുറിക്കപ്പെടുകയാണ്, അവന് വേണ്ടി ഒരുപാട് ജീവജാലങ്ങൾ കൊല്ലപ്പെടുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനോട് ജീവിച്ച് മരിക്കുമ്പോൾ അവനെയും കൊണ്ട് പ്രകൃതിക്കും എന്തെങ്കിലും തീർച്ചയായിട്ടും ഉണ്ടാവണം. മരം വെട്ടുക എന്നല്ലാതെ മരം നടുക എന്നുള്ള ഒരു പ്രോസസ്സ് വളരെ കുറവാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ നാട്ടിലൊരു പ്രത്യേകത, ചില ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ലോക മഴ ദിനം അല്ലെങ്കിൽ വനദിനം അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ മരം നടൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിലും അതിൻ്റെ പരിചരണം വളരെ പരിതാപകരമായ അവസ്ഥ. നമ്മൾ നടും, കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് ഉണങ്ങിപ്പോവുക അല്ലെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ വെള്ളമില്ലാതൊക്കെ നശിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഇതൊക്കെ പരിപാലിച്ച് ഒരു പ്രകൃതി ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ഉത്തരവാദിത്വം നമ്മുടെ പുതിയ തലമുറകളിലേക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം എന്നുള്ളതാണ് അതിനകത്ത് പറയാനുള്ളത്. ഒപ്പം തന്നെ ഈ പറയുന്ന പ്ലാസ്റ്റിക് പോലുള്ള മാരകമായിട്ടുള്ള പ്രകൃതി അല്ലെങ്കിൽ ഭൂമിയെ നശിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അത് എങ്ങനെ കുറയ്ക്കാം, എങ്ങനെ അത് കൃത്യമായിട്ട് ഉപയോഗിക്കാം, എവിടെയും വലിച്ചെറിയരുത് എന്നുള്ള പാഠങ്ങളൊക്കെ നമുക്ക് വൃത്തിയായിട്ട് നമ്മുടെ മക്കളെ പഠിപ്പിക്കണം എന്നുള്ളതാണ്. കൃഷി ചെയ്ത് അതിൽ നിന്നൊരു ഫലം ഉണ്ടായിട്ട് അത് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം നമ്മുടെ മക്കളെ പറഞ്ഞു കൊടുക്കണം. അതേപോലെ തന്നെ ആരോഗ്യത്തെക്കുറിച്ചുള്ള അറിവും, ഓരോ പ്രായത്തിൽ എന്തൊക്കെ ഭക്ഷണം കഴിക്കണം എന്നുള്ളത് ഒരു മനുഷ്യനെക്കുറിച്ച് നമ്മൾ സാധാരണ രീതിയിൽ PG അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറം വരെയൊക്കെ പഠിച്ചു പോകും. പക്ഷേ നമ്മുടെ ഓരോ പ്രായത്തിൽ എന്തൊക്കെ ഭക്ഷണങ്ങളാണെങ്കിൽ എന്തൊക്കെ പ്രോട്ടീൻസാണ് നമുക്ക് വേണ്ടതെന്നുള്ള പല മനുഷ്യർക്ക് അറിയാത്ത ഒരു അവസ്ഥയാണ് ഭൂമിയിലുള്ളത്. ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കുകയാണ്. അപ്പോൾ പ്രകൃതിയായിട്ട് അഭേദ്യമായിട്ടുള്ള ഒരു ബന്ധം നമ്മുടെ മനുഷ്യരിൽ കൃത്യമായിട്ട് മക്കളിലൂടെ ഉണ്ടാക്കണം എന്നുള്ളതാണ് ഈ ഒരു പോയിന്റിൽ പറയാനുള്ളത്. 5ാമതായിട്ട് പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ അനുരോധ ഊർജം, അതിനെക്കുറിച്ചിട്ടാണ് നമുക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ 2K കിഡ്സ് അല്ലെങ്കിൽ ഏറ്റവും പുതിയ തലമുറയിൽ പകയൊക്കെ വല്ലാതെ വളർന്നു വരുന്ന വാർത്തകളാണ് നമ്മൾ സ്ഥിരം കാണുന്നത്. ഇപ്പം പ്രണയം നിരസിച്ചാൽ ആസിഡ് ഒഴിക്കുക, അല്ലെങ്കിൽ തല്ലുക, അല്ലെങ്കിൽ വെടിവെക്കുക, അങ്ങനെയുള്ള ഒരു പല ക്രൂരമായിട്ടുള്ള രീതിയിലേക്ക് മനുഷ്യൻ പോകുന്നതാണ്. വിദേശത്ത് പോയിട്ട് വരുന്ന പല അറിയുന്ന ആളുകളൊക്കെ പറയാറുണ്ട്, നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് അമിതമായിട്ടുള്ള വൈകാരികതയാണ്. ഭയങ്കര, നമുക്ക് കേൾക്കുന്നതിന് മുന്നേ നമ്മൾ ഇറങ്ങി പുറപ്പെടുന്ന ഒരു ഭീകരമായ ഒരവസ്ഥ. സന്തോഷ് ജോർജ് കുളങ്ങര ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ഒരു മാറ്റർ ഓർമ്മയുണ്ട്. വിദേശ രാജ്യങ്ങളിലൊക്കെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിന് വേണ്ട എന്ന് തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവർ അന്യോന്യം സഹിച്ചു മടുത്ത് അവർ ഡിവോഴ്സ് ആവാൻ തീരുമാനിക്കുകയാണെങ്കിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചൊരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ
അവിടെ അങ്ങനെ മേശപ്പുറത്തൊക്കെ പോയിരുന്ന് പറയത്തില്ല, നിങ്ങളും കണ്ട വീഡിയോ ആയിരിക്കും ഒരു പക്ഷേ. അത് പറയും, എനിക്ക് നിങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റില്ല, അപ്പോൾ അതുകൊണ്ട് നമുക്ക് പിരിയാം, സന്തോഷത്തോടെ പിരിയാമെന്ന്. രണ്ടുപേരും ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് അവരുടെ ജീവിതത്തിൽ അവരുടെ ബന്ധം പിരിയുന്ന ഒരവസ്ഥ. നമ്മുടെ നാട്ടിലാണെങ്കിൽ അവിടെ ചിലപ്പം വണ്ടി ഇടിച്ച് കൊല്ലും, അല്ലെങ്കിൽ ആസിഡ് എടുത്ത് ഒഴിക്കും. നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ട വാർത്ത, കാമുകനുമായി ചേർന്ന് ഭർത്താവിനെ വെട്ടി നുറുക്കുക. ഇത്തരം ഭീകരമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ പോസിറ്റീവ് എനർജി നിറച്ച് നമ്മുടെ മക്കളെ പേഷ്യൻസ്, ക്ഷമ എന്താണെന്ന് കൃത്യമായി പഠിപ്പിച്ച് അവരുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പഠിപ്പിക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമാണ് അതിക്രമിച്ച്. ശാന്തത, ക്ഷമ നമ്മുടെ വിജയത്തിന് മസ്റ്റായിട്ടുള്ള ഒരു മാറ്ററാണ്. അതുപോലെ നല്ല സുഹൃത്ത് ബന്ധങ്ങൾ മക്കൾക്ക് ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ട് അവരെ പ്രത്യേകം പ്രോത്സാഹിപ്പിച്ച് അവരുടെ നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കാനുള്ള ഒരു കഴിവ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളതാണ്. അത് നമ്മുടെ മതത്തിലുള്ളവരോ അല്ലെങ്കിൽ നമ്മുടെ ജാതിയിലുള്ളവരോ അല്ലെങ്കിൽ നമ്മളെപ്പോലെ വെളുത്തവരോ അല്ലെങ്കിൽ നമ്മളെപ്പോലെ കറുത്തവരോ അങ്ങനെ ഒരു വ്യത്യാസം ഇല്ലാതെ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ഒരേപോലെയാണെന്നുള്ളൊരു കൺസെപ്റ്റിൽ നല്ല സുഹൃത്ത് ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ അവരെ ആദ്യം മുതലേ നമ്മൾ പരിശീലിപ്പിക്കണം. ഗോൾ ഓറിയൻറ്റഡ് ആയിട്ട്, അതായത് എന്താ പറയുക, ലക്ഷ്യത്തിൽ ശ്രദ്ധാലുക്കളായിട്ട് അവരെ നമ്മൾ വളർത്തണം. തീഷ്ണതയുള്ള മക്കളാക്കി മാറ്റണം. മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന മക്കളാക്കിയിട്ട് അവരെ മാറ്റണം. ഒപ്പം തന്നെ എപ്പോഴും വേറെ എല്ലാ കഴിവിലുപരി അവരെ സന്തോഷമുള്ള വ്യക്തികളാക്കി മാറ്റണം. ഇതൊക്കെയാണ് ഈ ഒരു 5 കാര്യങ്ങളിലൂടെ പറയാനുള്ളത്. അപ്പം നല്ല ഒരു പാരൻറ്റിങ് നിങ്ങൾക്കുണ്ടാകട്ടെ. നല്ല മക്കളെ വാർത്തെടുക്കാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും പറ്റട്ടെ എന്ന പ്രാർത്ഥനയോടെയാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.